പാരീത്തുകാവ് ഒഴിപ്പിക്കലിൽ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിലെ നടപടികൾ ഒരു വർഷത്തേക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശം ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൂടി ചേരുകയാണ്. സാലി, ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? സ്റ്റേയുടെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഈ കേസിൽ കർശന നിലപാടായിരുന്നു പെരുമ്പാവൂർ മുൻസിഫ് കോടതി സ്വീകരിച്ചിരുന്നത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ താക്കീതിന്റെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പോലീസ് അവിടെ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നത് പല ഘട്ടത്തിലും. ഈ ഭൂ ഉടമകളുടെ ഹർജി പരിഗണിച്ചായിരുന്നു പെരുമ്പാവൂർ മുൻസിഫ് കോടതി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ വിവിധ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയൊക്കെ ഭാഗമായി സർക്കാർ ഇടപെടുകയും ഈ ആളുകളെ പുനരധിവസിപ്പിക്കാൻ പ്ലാൻ തയ്യാറാക്കുകയും പദ്ധതി അതിന്റെ പ്ലാനിങ്ങിൽ ഘട്ടം മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് വന്നത്. അപ്പോൾ സർക്കാർ സ്വാഭാവികമായി അറിയിച്ചു. ഇതിൽ 7 പേർക്കും 5 സെന്റ് വീതം ഭൂമി നൽകാൻ ധാരണയായിട്ടുണ്ട്. കെട്ടിടത്തിന്റെ പ്ലാൻ ഉൾപ്പെടെ തയ്യാറായിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ പുനരധിവാസം പൂർത്തിയാക്കും എന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ഇരിക്കുന്ന ഈ കേസിന്റെ എല്ലാ തുടർ നടപടികളും അവിടെ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്, തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി ഇനി പെരുമ്പാവൂർ മുൻസിഫ് കോടതിക്ക് ഈ ആളുകളെ ഒഴിപ്പിക്കാനോ ഈ ആളുകളുടെ മേൽ നടപടി സ്വീകരിക്കാനോ ഉത്തരവിടാൻ 1 വർഷത്തേക്ക് കഴിയില്ല. കോടതി പറഞ്ഞിരിക്കുന്നത് ഈ 1 വർഷത്തിനുള്ളിൽ സർക്കാർ ഇവരുടെ പുനരധിവാസം പൂർത്തിയാക്കണം എന്നുള്ളതാണ്. പൂർത്തിയാക്കി ഹൈക്കോടതി അറിയിച്ചാൽ ഈ കേസിന്റെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുകയും ചെയ്യും.